പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 3 മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസസിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസുകൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും ചില പ്രാക്ടീസസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേഗം മാനിഫെസ്റ്റേഷൻ നടക്കുന്നതായിട്ടും ചില പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ലാഗ് ആവുന്നതും അല്ലെങ്കിൽ ലേറ്റായിട്ട് നമുക്ക് മാനിഫെസ്റ്റേഷൻ നടക്കുന്നതും അതല്ല ചിലപ്പോൾ നമുക്ക് മാനിഫെസ്റ്റേഷൻ നടക്കുന്നത് തന്നെ ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ടും ഉണ്ടാവും. കുറേ അധികം മാനിഫെസ്റ്റേഷൻ ടൂൾസ് ഉണ്ട്, ടിപ്സ് ഉണ്ട്. അപ്പോൾ ഏതാണ് നമ്മൾക്ക് റെസോണേറ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഏതാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള ഡൗട്ടുള്ള ആൾക്കാർക്കാണ് ഈ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് 3 മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതും നമ്മൾ മനുഷ്യർക്ക് നിങ്ങൾക്കറിയാം 3 ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ഉള്ളത്. ഒന്ന് വന്നിട്ട് എഴുതാൻ നല്ല കഴിവുള്ള ആൾക്കാർ, അതായത് നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ എഴുതുമ്പോൾ നമ്മൾ മടി വരില്ല, ലേസി ആയിട്ട് ഫീൽ ചെയ്യില്ല, അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആൾക്കാർക്കുള്ള ഒരു പ്രാക്ടീസാണ് ഫസ്റ്റ് പ്രാക്ടീസ്, ജേർണലിംഗ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റിംഗ്. ഈ ജേർണലിംഗ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ എഴുതുക എന്ന് തന്നെയാണ്. നമ്മൾ എഴുതിക്കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു നോട്ട്ബുക്ക് ഇന്നേരം നിങ്ങൾക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ പുതിയ നോട്ട്ബുക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് എത്ര ഗോൾസ് വേണമെങ്കിലും എഴുതാം. പക്ഷേ മാക്സിമം ഇപ്പോൾ റീസെൻ്റായിട്ട്, അതായത് വളരെ അടുത്ത് നടക്കേണ്ട ചില ഗോൾസ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇപ്പം അങ്ങനെ ചെറിയ ചെറിയ ഗോൾസായിട്ട് നമ്മൾ മാറ്റി എടുത്താൽ മാത്രമാണ് നമുക്ക് വലിയൊരു ഗോളിലേക്ക് എത്താനായിട്ടുള്ള ഒരു സുഗമമായിട്ട് നമുക്ക് വലിയൊരു ഗോളിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതായത് ഗോൾസിനെ തന്നെ ചെറുതായിട്ട് മിനി ഗോൾസ്, അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ മാറ്റിയതിന് ശേഷം അങ്ങനെ ആക്ഷൻ എടുക്കുക. അങ്ങനെ അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 20 ഗോൾസൊക്കെ എഴുതാം. പക്ഷെ ആദ്യം നിങ്ങളൊരു 5 ഗോൾസ്, നിങ്ങൾക്ക് അത്യാവശ്യം എന്ന് തോന്നുന്ന ഒരു 5 ഗോൾ എടുത്തതിന് ശേഷം നിങ്ങൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എഴുതുക. അതായത് രാവിലെ ഒരു പ്രാവശ്യം എഴുന്നേറ്റ ഉടനെ ഇത് എഴുതുക. ഈ നൈറ്റ് കിടക്കാൻ പോകുന്നതിന് മുൻപും ഒരു ടൈം എഴുതുക. അപ്പോൾ ഐ ആം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ, ഐ ആം വർക്കിംഗ് ഇൻ സോ ആൻഡ് സോ കമ്പനി, ഏർണിംഗ് ദിസ് മച്ച് ഓഫ് സാലറി, ഐ എം ഹാപ്പി എന്നുള്ള പോലെ നിങ്ങൾ പ്രസൻറ്റ് ടെൻസിൽ എഴുതുക. ഐ വോണ്ട് ദിസ് ജോബ് അല്ലെങ്കിൽ ഐ വോണ്ട് ദിസ് റിലേഷൻഷിപ്പ്, അങ്ങനെയല്ല. പിന്നെ ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ എം എൻജോയിങ് എ ഹാപ്പി റിലേഷൻഷിപ്പ് വിത്ത് സോ ആൻഡ് സോ പേഴ്സൺ. പിന്നെ ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ദാറ്റ് വി ആർ ലിവിങ് ഇൻ അവർ ഓൺ ഹൗസ്. എത്ര ബെഡ്റൂം, 3 ബെഡ്റൂം ആണെങ്കിൽ ഫ്ലാറ്റ് ആണെങ്കിൽ ഫ്ലാറ്റ്, ഹൗസ് ആണെങ്കിൽ ഹൗസ്, അങ്ങനെ എന്താണ്. പിന്നെ അതല്ലെങ്കിൽ ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ എം അട്രാക്റ്റിംഗ് അല്ലെങ്കിൽ ഐ എം ഏർണിംഗ് ദിസ് മച്ച് മണി എവ്രി മന്ത് കൺസിസ്റ്റൻ്റ്ലി ഡൂയിങ് വാട്ട് ഐ ലവ് ടു ഡു. ഇങ്ങനെ എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് പ്രസൻറ്റ് ടെൻസിൽ ഈ 5 കാര്യങ്ങളും എഴുതിയതിന് ശേഷം നിങ്ങളത് രാത്രി വളരെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യണം. നിങ്ങളുടെ കയ്യിലേക്ക് ആ എനർജി വന്ന് നിങ്ങൾ എഴുതുമ്പോൾ എഴുതി കഴിക്കാൻ വേണ്ടിയിട്ട് എഴുതാതെ ഒരു എനർജിയിലേക്ക് ഇറങ്ങിക്കൊണ്ട് നിങ്ങളത് വളരെ സ്ലോ ആയിട്ട് എല്ലാം ഫീൽ ചെയ്തുകൊണ്ട് അത് എഴുതുക. അതിനുശേഷം അത് നോട്ട്ബുക്ക് അടച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് കിടക്കാവുന്നതാണ്. പിന്നെ വേറെ മൊബൈൽ കാണുക, ഇതൊന്നും ചെയ്യാൻ പാടില്ല. അതേമാതിരി തന്നെ ഏർലി മോർണിംഗ് എഴുന്നേറ്റ് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ ചെയ്തതിന് ശേഷമാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഇത് ഒരു പ്രാവശ്യം എഴുതുക. പക്ഷേ വളരെ സ്ലോ ആയിട്ട്, ഹറി അല്ലാതെ, തിരക്ക് പിടിച്ച് എഴുതാതെ വളരെ സ്ലോ ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. ഈ സെക്കൻഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചിലവർ വളരെയധികം കേൾക്കാനായിരിക്കും താല്പര്യപ്പെടുന്നത്. ചില കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടാവും. അതായത് ചിലപ്പോൾ ചിലവർ കേൾക്കുന്നുണ്ടാവില്ല, പക്ഷേ കേൾക്കാൻ വളരെയധികം ഒരു പവറുള്ള ആൾക്കാർ പെട്ടെന്ന് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ കാര്യങ്ങൾ തന്നെ നിങ്ങൾ ഈ ഒരു ഗോൾസ് തന്നെ നിങ്ങൾ റെക്കോർഡ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിലോ അല്ലെങ്കിൽ SD കാർഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾ രാവിലെയും വൈകുന്നേരവും ഇത് കേട്ടുകൊണ്ട്, അതായിരിക്കണം ലാസ്റ്റ് കാര്യം നിങ്ങൾ രാത്രി ചെയ്യുന്നതും ഫസ്റ്റ് കാര്യം നിങ്ങൾ രാവിലെ ചെയ്യുന്നതും. അപ്പോൾ ഈ ഒരു 5 ഗോളാണെങ്കിൽ 5 ഗോളും വളരെയധികം ഫീലിങ്ങോട് കൂടി കേട്ടിട്ട് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാനും പറ്റുന്നുണ്ടാവും. കാരണം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങൾ ഓരോരോ ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൽ കൂടെ ഓടുന്നുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ കേട്ടിട്ട് ചെയ്യുക. മൂന്നാമത്തെ ആൾക്കാരെന്ന് പറയുന്നത് വിഷൻ പെട്ടെന്ന് നമ്മൾ ചില കാണാത്ത കാര്യങ്ങൾ ചിലർ കാണും, അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ ഞാനത് ശ്രദ്ധിച്ചില്ല എന്ന് ചിലർ പറയുമ്പോൾ മറ്റുള്ളവർ പറയും ഞാനത് ശ്രദ്ധിച്ചു അല്ലെങ്കിൽ ഞാൻ കണ്ടു എന്ന് പറയുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കുള്ളതാണ് തേർഡ് മാനിഫെസ്റ്റേഷൻ ടൂള്. അതെന്താണെന്ന് വെച്ചാൽ വിഷൻ ബോർഡ്. അതായത് നിങ്ങളുടെ തന്നെ ഈ ഗോൾസിനെ വളരെയധികം സ്മോൾ ക്ലിപ്പിങ്സ് ആയിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവില്ല. അപ്പോൾ അത് പിക്ചേഴ്സ് ആയിട്ട് എടുക്കുക. ഇപ്പോൾ ഹൗസ്, നിങ്ങളുടെ വലിയൊരു വീടാണ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ഹൗസ് ആണെങ്കിൽ അതിൻ്റെ ഒരു പിക്ചർ എടുത്തിട്ട് നിങ്ങളതൊരു ഇതിൽ ഒട്ടിച്ച് വെക്കുക.
അതേപോലെ ഇപ്പോൾ സാലറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതായാലും കമ്പനിയിൽ അല്ലെങ്കിൽ സാലറിയുടെ അഫർമേഷൻ മാതിരി സാലറി എഴുതിയാലും മതി. അത് നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ആരാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പാർട്ട്ണർ ആവേണ്ടത് അവരുടെ കിട്ടില്ലായിരിക്കും. പക്ഷേ എങ്ങനത്തെ ഒരാളെയാണോ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് ആ ഒരാളുടെ പിക്ചർ പോലെ നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ ഒരു എല്ലാ ഇതും പിക്ചേഴ്സിൽ നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ പിക്ചേഴ്സും കൂടി ഇത് ചെയ്തിട്ട് നിങ്ങൾ ഒട്ടിച്ച് വെച്ചിട്ട് നിങ്ങളൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ട് ഡെയിലി കാലത്തും വൈകുന്നേരവും അത് നിങ്ങൾ കാണുക. വെറുതെ കണ്ടിട്ട് പോയാൽ പോരാ, ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 to 5 മിനിറ്റ്സ് നിങ്ങളത് കണ്ട് നിങ്ങൾ ആ ഒരു എനർജി നിങ്ങളുടെ ഉള്ളിലേക്ക് എടുത്ത് നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ രാത്രി കിടക്കാനും പോവുക, എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ ഇത് കാണുകയും ചെയ്യുക. അപ്പോൾ ഇതാണ് 3 മാനിഫെസ്റ്റേഷൻ ടൂൾസ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ജേർണലിംഗ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റിംഗ്, സെക്കൻഡ് വൺ അഫർമേഷൻ വിത്ത് ഓഡിയോ, തേർഡ് വൺ വിഷൻ ബോർഡ്. ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ചിട്ട് ഏതാണ് നിങ്ങൾക്ക് റെസോണേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാനിഫെസ്റ്റേഷൻസ് വളരെ എളുപ്പമാകും. ഞാൻ ഈ ജേർണലിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പല ടൂൾസ് ഉണ്ട് അതിൽ. മറ്റേ 55x5 ഉണ്ട്, 369 ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് അതിലാണ് ചെയ്യേണ്ടത്. അതേസമയം നിങ്ങൾക്ക് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഫീൽ ചെയ്തുകൊണ്ട് ചെയ്യുന്ന വാട്ടർ മാനിഫെസ്റ്റേഷൻ അതൊക്കെ നിങ്ങൾക്ക് ഹിയറിംഗ് ഇതുള്ള ആൾക്കാരാണെങ്കിൽ അത് ചെയ്യാം, വാട്ടർ മാനിഫെസ്റ്റേഷനൊക്കെ. കാരണം നിങ്ങളൊരു പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ വാട്ടർ മാനിഫെസ്റ്റേഷൻ പോലുള്ള പ്രാക്ടീസുകൾ അവർ ചെയ്യാം. മനസ്സിലായി? അപ്പോൾ ഈ 3 പ്രാക്ടീസുകൾ നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നത് അതുപോലെ എല്ലാ പ്രാക്ടീസുകളും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഒരു റെസിസ്റ്റൻസ് വരാൻ തുടങ്ങും. അപ്പോൾ എല്ലാവരും അവരവരുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള പ്രാക്ടീസ് ചെയ്യുക. കൂടുതൽ മാനിഫെസ്റ്റേഷൻസ് നടക്കട്ടെ. താങ്ക് യു.